നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടത്തുന്ന കരിദിനാചരണവും റെയിൽവേ സ്റ്റേഷൻ മാർച്ചും വിജയിപ്പിക്കാൻ STU കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആഹ്വാനം ചെയ്തു. ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം യോഗം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഘടന നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം പോവുകയാണ്. കണ്ണൂർക്കാർക്ക് അതറിയാം. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ആളുകളും അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമായി നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇന്ന് എന്താ പറയുക, കണ്ണൂരിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം. ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ കോട്ടയാണ് കണ്ണൂരിൽ. ആ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ചുവപ്പ് പരതാനി പിരിക്കേണ്ടുന്ന സ്ഥലത്ത് നിഷ്കളങ്കമായ ഈ തൊഴിലാളികളുടെ നീല പരതാനി പിരിച്ച് തൊഴിലാളി വർഗത്തെ അത്യുത്തരം മുന്നോട്ട് കൊണ്ടുവന്ന് രാജ്യത്തെ ഈ കണ്ണൂരിലെ വലിയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ CIT പ്രസ്ഥാനം പോലും ഞങ്ങളോടൊപ്പം നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ട് എന്ന് അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചു. എന്തുകൊണ്ടാണ്? നിഷ്കളങ്കമായ പ്രവർത്തനത്തെ ഭാഗമാണ് ഞാനീ പറയുന്നത്. ഈ നേതാക്കന്മാര് ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർക്കാണ് നമ്മൾ സ്വീകരണം നൽകുന്നത്. ഈ നേതാക്കന്മാർ നേരത്തെ നൗഫൽ പറഞ്ഞതുപോലെ നിഷ്കളങ്കമായി തൊഴിലാളികളെ സേവിക്കാൻ വേണ്ടി വരേണ്ടതുണ്ട്. അങ്ങനെ സേവിക്കാൻ മുന്നോട്ട് വന്നാൽ വരും കാലങ്ങളിൽ നമ്മൾ ഇതിലേക്കുള്ള വലിയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ രംഗത്ത് കണ്ണൂർ ജില്ലയിൽ 1ാം സ്ഥാനത്തേക്കോളം വരാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ അശേഷം സംശയം വേണ്ട. ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞ് പന്നിയൂർ അധ്യക്ഷത വഹിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. PP നാസർ, PK സീനത്ത്, C ഉമ്മർ, P ഹംസഹാജി, KP നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.